കഴിഞ്ഞ ദിവസം ഇഷാ നമസ്കാരം കഴിഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരനുമായിട്ട് ഇങ്ങനെ സംസാരിക്കുക. അദ്ദേഹം ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അത്യാവശ്യം ഖുർആൻ ഓതും, സമയം കിട്ടുമ്പോഴൊക്കെ സുബഹിൻ്റെ ശേഷം ഷായിൻ്റെ ശേഷമൊക്കെ ഖുർആൻ ഓതും. ഒരു നല്ല ആത്മാർത്ഥത ഉള്ള ഒരാളാണ്. അപ്പം അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് മൂപ്പര് പാൻ്റ് ഒന്ന് കയറ്റിയത്. പാൻ്റ് ഒന്ന് ഉയർത്തിയപ്പോൾ അതുവരെ പാൻ്റ് നിൽക്കുന്നത് പൊക്കിലിൻ്റെ താഴെയാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇങ്ങനെ തന്നെയാണോ നിസ്കരിച്ചിരുന്നത്? മൂപ്പര് പറഞ്ഞു, അങ്ങനെ തന്നെയാണ്. ഇപ്പം ഔറത്ത് മറക്കണ്ടേന്ന് ചോദിച്ചപ്പോൾ, അത് ഔറത്ത് മറച്ചിട്ടുണ്ടല്ലോ, ഞാനിതാ ബനിയന് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, ബനിയൻ ഇട്ടിട്ടില്ലേ. അപ്പം പലരും ധരിച്ച് വെച്ചിട്ടുള്ളത് പൊക്കിളിൻ്റെ താഴെ പാൻറ് ധരിച്ചിട്ട് മുകളിലൂടെ വസ്ത്രം ധരിച്ചാൽ ഔറത്ത് മറഞ്ഞു എന്നാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. നമ്മൾ പാൻറ് ധരിക്കുമ്പോൾ, തുണിയെടുക്കുമ്പോൾ ഔറത്ത് മറയണമെങ്കിൽ പൊക്കിളിൻ്റെ മുകളിൽ നിന്നായിരിക്കണം ധരിക്കേണ്ടത്, പാൻ്റാവട്ടെ തുണിയാകട്ടെ. ഇനി അഥവാ പൊക്കിളിൻ്റെ താഴെയാണ് പാൻറ് വരുന്നതെങ്കിൽ ഉള്ളിൽ ശരീരത്തിനോട് ഒട്ടി നിൽക്കുന്ന ബനിയൻ, നമ്മൾ ഉള്ളിൽ ഉപയോഗിക്കുന്ന ഇന്നർ ബനിയൻ, ഇതേപോലത്തത് ഉള്ളിൽ വേണം. ഇല്ല, നമ്മൾ സാധാരണ ഒരു പാൻറ് ധരിച്ചു, പൊക്കിളിൻ്റെ താഴേക്ക് പാൻറ് ധരിച്ചു, പിന്നെ ഒരു കുപ്പായം ഇട്ടു, ഒരു ഷർട്ട് ഇട്ടു, അല്ലെങ്കിൽ ഒരു സാധാരണ ലൂസുള്ള ഒരു ബനിയൻ ഇട്ടു, എന്നിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ അവൻ റുക്കോയിലേക്ക് പോകുമ്പോൾ അവൻ്റെ ഷർട്ടിങ് താഴോട്ട് വരും, ബനിയൻ ഇങ്ങോട്ട് താഴോട്ട് വരും. അങ്ങനെ വന്നാൽ അവൻ്റെ ഔറത്ത് ഈ ദ്വാരത്തിലൂടെ കാണും, അല്ലേ? അവൻ റുക്കോ ചെയ്യുന്ന സമയമല്ല, സുജൂദ് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും വന്നിട്ടിങ്ങനെ നോക്കണമെന്നില്ല, ഉള്ളിലോട്ടോ കാണുന്നുണ്ടോ, പൊക്കിളിൻ്റെ താഴെയോ മേലെയോ എന്നിങ്ങനെ നോക്കണമെന്നില്ല. പക്ഷെ കാണുന്ന വിധത്തിൽ ഉണ്ടായാൽ അവൻ്റെ ഔറത്ത് മറഞ്ഞിട്ടില്ല, നിസ്കാരം സ്വഹീഹാകൂല. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ പാൻറ് ധരിക്കുന്ന ആളുകൾ പൊക്കിളിൻ്റെ മുകളിലോട്ട് വരണം, അതല്ലെങ്കിൽ ഉള്ളിൽ ശരീരത്തിനോട് ഒട്ടി നിൽക്കുന്ന ബനിയൻ വേണം, എങ്കിലേ അവൻ്റെ നിസ്കാരം സ്വഹീഹാകുള്ളൂ. അതേപോലെ ഔറത്ത് എന്ന് പറയുന്നത് ഇവിടെ പൊക്കിൽ മാത്രമല്ല, പൊക്കിളിൻ്റെ നേർരേഖ പുറത്ത് വരുന്ന രൂപത്തിൽ, ആ ചുറ്റുവട്ടം പൊക്കിളിനോട് തുലനം വരുന്ന രൂപത്തിൽ പുറം വരെ അവൻ്റെ ഔറത്താണ്. അപ്പോൾ പാൻറ് ധരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. സുജൂദിൽ പോകുമ്പോൾ ചിലപ്പോൾ പിൻഭാഗം ഇങ്ങോട്ട് വലിയും. അങ്ങനെ വലിഞ്ഞാൽ ഔറത്ത് കണ്ടാൽ നിസ്കാരം ബാത്തിലാകും. ഔറത്ത് വെളിവായാൽ ആരെങ്കിലും കാണണമെന്നില്ല, ഔറത്ത് വെളിപ്പെട്ടാൽ നിസ്കാരം ബാത്തിലാകും. അപ്പോൾ ഔറത്ത് മറക്കുന്ന കാര്യം വളരെ ശ്രദ്ധിക്കണം. പാൻറ് ധരിക്കുന്ന ആളുകൾ വളരെയേറെ ശ്രദ്ധിക്കണം. ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരനും ഉപകാരപ്പെടട്ടെ. മഅസ്സലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.